നമസ്കാരം. VSG's അക്കൗണ്ടിംഗ് സിംപ്ലിഫൈഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 30ാമത്തെ സെഷനാണ്. ഇന്നത്തെ സെഷനിൽ മണി ആൻഡ് ഇറ്റ്സ് എവല്യൂഷൻ എന്നുള്ള വിഷയമാണ്. അതായത് ഇന്നത്തെ അവസ്ഥയിൽ, അതായത് എക്സ്ചേഞ്ചിനുള്ള ഒരു മാധ്യമമായി രൂപ മാറിയ ഒരു സാഹചര്യം, അതിലേക്ക് വന്ന സാഹചര്യവും അതിൻ്റെ പരിണാമം അല്ലെങ്കിൽ ഇവല്യൂഷനെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ വിഷയം ഒരു വാസ്റ്റായിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് ഇന്നത്തെ വീഡിയോ കുറച്ച് സമയം അധികം എടുക്കേണ്ടി വരും എന്ന് അത് സശ്വാസം ഈ പറഞ്ഞ പോലെ ആ സമയം മുഴുവനും വീക്ഷിക്കാൻ ശ്രമിക്കണം എന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടി ആരംഭിക്കുകയാണ്. അപ്പോൾ മണി നമുക്ക് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ കോമൺലി ആക്സെപ്റ്റഡ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാം. ഒരു ഇക്കോണമിയിൽ ഈ മാർക്കറ്റ് ട്രാൻസാക്ഷൻസിൽ ആളുകൾ ഇടപെടുന്നില്ല എങ്കിൽ പണത്തിൻ്റെ അല്ലെങ്കിൽ മണിയുടെ പ്രവർത്തനം ഉണ്ടാകില്ല. അപ്പോൾ മാർക്കറ്റ് ഇക്കോണമിയിൽ ആളുകൾ ഇടപെടുമ്പോഴാണ് അവിടെ ഒരു മീഡിയേറ്റർ അല്ലെങ്കിൽ മീഡിയമായിട്ട് പണം വരുന്നത് അല്ലെങ്കിൽ മണി വരുന്നത്. എന്നാൽ ഈ എക്സ്ചേഞ്ച് എപ്പോഴൊക്കെ ആവശ്യമായി വരുന്നുവോ അപ്പോഴെല്ലാം ഈ പറയുന്ന പോലെ പണത്തെക്കുറിച്ച് അല്ലെങ്കിൽ മീഡിയമായ പണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. എന്നാൽ ഈ പണം അല്ലെങ്കിൽ മണി ഒരു മാധ്യമമായി വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അന്നെല്ലാം ഗുഡ്സ് ആർ എക്സ്ചേഞ്ച് ഫോർ ഗുഡ്സ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറിയിരുന്ന ഒരു വ്യവസ്ഥ ഇവിടെ നിലനിന്നിരുന്നു. ആ വ്യവസ്ഥയെ വിളിച്ച പേരാണ് ബാർട്ടർ സിസ്റ്റം എന്ന്. ഈ പ്രിമിറ്റീവ് സ്റ്റേജ് ഓഫ് ഇക്കോണമിയിൽ അല്ലെങ്കിൽ ഇക്കണോമിക്കൽ ഡെവലപ്മെൻറ്റിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിമിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ മാർക്കറ്റ് ട്രാൻസാക്ഷൻസും പരിമിതമായിരുന്നു. അപ്പോൾ 2 or 3 ആൾക്കാർ തമ്മിൽ മ്യൂച്വലായിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ആണ്, അല്ലെങ്കിൽ ആ എക്സ്ചേഞ്ച് വഴിയാണ് മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് നടന്നിരുന്നത്. ആ ഇക്കോണമിയെ അറിയപ്പെട്ടിരുന്നത് CC ഇക്കോണമി എന്നാണ്. അതായത് കമ്മോഡിറ്റി ഫോർ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഇക്കോണമി എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ നമുക്ക് ബാർട്ടർ അല്ലെങ്കിൽ ബാർട്ടർ എക്സ്ചേഞ്ച് ഈസ് എ ഡയറക്റ്റ് എക്സ്ചേഞ്ച് ഓഫ് കമ്മോഡിറ്റി ഫോർ കമ്മോഡിറ്റി എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ ബാർട്ടർ എക്സ്ചേഞ്ചിന് തീർച്ചയായിട്ടും ഡ്രോബാക്സ് ഉള്ളായിരുന്നത് കൊണ്ടാണല്ലോ അതിപ്പോഴില്ലാത്തത്. അതിൽ പ്രധാനമായിട്ടും 2 കോസ്റ്റുകളാണ് വിലങ്ങുതടിയായത്. ഒന്ന് സെർച്ച് കോസ്റ്റും മറ്റൊന്ന് ഡിസ്യൂട്ടിലിറ്റി ഓഫ് വെയിറ്റിംഗ്. ഇതിൽ സെർച്ച് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിസിക്കലായിട്ടുള്ള കോസ്റ്റ് ഓഫ് സെർച്ചിങ് ഫോർ എ പേഴ്സൺ വില്ലിംഗ് ആൻഡ് പ്രിപ്പയർഡ് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്. അതായത് ഇതിന് വില്ലിംഗ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഒരാൾ വില്ലിംഗ് ആയിട്ട് വന്നാൽ മാത്രമേ ഈ ട്രാൻസാക്ഷൻ അവിടെ നടക്കുകയുള്ളൂ. അപ്പോൾ 2 വ്യക്തികൾ എക്സ്ചേഞ്ചിന് തയ്യാറായി വരണം. അപ്പോൾ ഇങ്ങനെ കണ്ടെത്തേണ്ട സമയത്തിനകത്ത് വച്ച് ഈ എക്സ്ചേഞ്ച് ചെയ്യേണ്ട ഗുഡ്സിന് അല്ലെങ്കിൽ ഗുഡിന് പെരിഷബിൾ അല്ലെങ്കിൽ ഡിറ്റീരിയേഷൻ സംഭവിക്കാം, നശിച്ചു പോകാം. അപ്പോൾ അത് ഒരു ഡ്രോബാക്കാണ്. രണ്ടാമത്തതാണ് ഡിസ്യൂട്ടിലിറ്റി ഓഫ് വെയിറ്റിംഗ്. 2 വ്യക്തികൾക്കും ആവശ്യമായ ഗുഡ് ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള കാലതാമസമാണ് ഇവിടെ പറയുന്നത്. അതായത് സൈമൾട്ടേനിയസ് ഫുൾഫിൽമെൻറ്റ് ഓഫ് മ്യൂച്വൽ വാണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ബാർട്ടർ ട്രാൻസാക്ഷൻ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് നടക്കുകയുള്ളൂ. ഇതാണ് പ്രധാനപ്പെട്ട ഡ്രോബാക്സ്. ഇവ കൂടാതെ തന്നെ ഈ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന കമ്മോഡിറ്റീസിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നതിലുള്ള അനിശ്ചിതത്വവും ഈ സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാന ഡ്രോബാക്കാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ഒരാൾക്ക് ആ അരി കൈമാറിയിട്ട് കപ്പ വേണം എന്ന് വിചാരിച്ചാൽ
എത്രമാത്രം അരി കൊടുത്താലാണ് അയാൾക്ക് ആവശ്യമായ കപ്പ കിട്ടുക, അല്ലെങ്കിൽ മറ്റേ ആൾക്ക് എത്രമാത്രം അരി വാങ്ങിച്ചിട്ടാണ് കപ്പ മേടിക്കേണ്ടത്, ഇങ്ങനെയുള്ള അനിശ്ചിതത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഈ പെരിഷബിൾ ആയിട്ടുള്ള ഫുഡ്സ് ആണല്ലോ ഇതെല്ലാം. അതുകൊണ്ട് ഒരുപാട് കാലം ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കാനും പറ്റാതായി. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷനും കൊമേഴ്സ്യലൈസേഷനും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ബാർട്ടർ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരവസ്ഥ വന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ എക്സ്ചേഞ്ചിന് ഒരു ഇൻ്റർമീഡിയറി ഗുഡ് ആവശ്യമായി വന്നു. അങ്ങനെ കോമൺലി അക്സെപ്റ്റബിളായ മീഡിയം ആയ മണി നിലവിൽ വന്നു. കമ്മോഡിറ്റിക്ക് പകരം കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് പകരം കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ചെയ്ത് പണം വാങ്ങി ആ മണി ഉപയോഗിച്ച് ആവശ്യമായ കമ്മോഡിറ്റീസ് വാങ്ങാൻ തുടങ്ങി. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ കമ്മോഡിറ്റി മണിയും അതുപോലെ തന്നെ മെറ്റാലിക് മണിയും ഉപയോഗിച്ചിരുന്നു. കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കമ്മോഡിറ്റികൾ എന്ന് പറഞ്ഞാൽ പശു, അതുപോലെ സീ ഷെൽസ്, ലെതർ, പേൾസ്, പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ്, സോൾട്ട്, ഉപ്പ് വരെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയി ഉപയോഗിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇതാണ് കമ്മോഡിറ്റി മണി. ഈ ഹ്യൂമൻ സിവിലൈസേഷൻ്റെ ഗ്രോത്ത് ഉണ്ടായി തുടങ്ങിയതോടുകൂടി ഈ കമ്മോഡിറ്റി മണി റീപ്ലേസ് ചെയ്ത് മെറ്റാലിക് മണി കൊണ്ടുവന്നു. അപ്പോൾ ഈ കാലയളവിൽ ഗോൾഡ്, സിൽവർ എന്നിവയായിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റൽസ് എക്സ്ചേഞ്ചിന് ഉപയോഗിച്ച് തുടങ്ങി. ഇവ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടതുമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇവ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഡ്യൂറബിളാണ്, ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാം, അതുപോലെ തന്നെ ചെറിയ ചെറിയ യൂണിറ്റുകളാക്കി ഇവയെ കൺവേർട്ട് ചെയ്യാനും കഴിയും. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റലായതുകൊണ്ട് ഇവയുടെ സപ്ലൈ എല്ലാം പരിമിതപ്പെടുകയും ഗവൺമെൻറ്റിന് 100% ഗോൾഡ് റിസർവ് ആവശ്യമായി വരികയും ചെയ്ത ഒരു സാഹചര്യത്തിൽ, അതുപോലെ തന്നെ ഇതിനെ ഹാൻഡിൽ ചെയ്യുകയും ട്രാൻസ്പോർട്ടേഷനുമുള്ള ഡിഫിക്കൽട്ടി, അതുപോലെ തന്നെ സേഫ്റ്റി മെഷേഴ്സ്, ഇവയെല്ലാം കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. 1930 ഈ പറയുന്ന മെറ്റാലിക് മണിയുടെ എക്സ്ചേഞ്ചും നിരോധിച്ചു. അങ്ങനെ മെറ്റാലിക് മണിയുടെ ഇൻകൺവീനിയൻസ് ആൻഡ് ഡിഫിക്കൽട്ടി മറികടക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പർ മണി കണ്ടുപിടിച്ചത്. ഹ്യൂജ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഈ പേപ്പർ മണിയുടെ സഹായത്താൽ വളരെ എളുപ്പത്തിൽ നടത്താൻ കഴിഞ്ഞു. ഇന്ത്യയിൽ പേപ്പർ മണി ഈസ് റെഗുലേറ്റഡ് ആൻഡ് കൺട്രോൾഡ് ബൈ RBI, that is റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇപ്പോൾ റിസർവ് ബാങ്കാണ് നമ്മുടെ രാജ്യത്ത് കറൻസി അല്ലെങ്കിൽ മണി, പേപ്പർ കറൻസിയെ റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും. ഇനി മണി എന്ന് പറയുന്ന ടേമിന് പല ഇക്കോണമിസ്റ്റുകൾ പല ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. എങ്കിലും വോക്കർ എന്ന് പറയുന്ന ഒരു ഇക്കോണമിസ്റ്റ്, WALKER, വോക്കർ മണിയെ ഡിഫൈൻ ചെയ്ത് വളരെ സിമ്പിളായിട്ട് മണി ഈസ് വാട്ട് മണി ഡസ് എന്നാണ്. എന്താണോ പണം, ആ പണം എന്താണ് ചെയ്യുന്നത് അതാണ് പണം. പിന്നെ മണി ഈസ് എനിത്തിങ് which is commonly accepted as a medium of exchange, a unit value, a store of value, and means for standard of deferred payments എന്നും കൂടെ മണിയെ ഡിഫൈൻ ചെയ്യാം. എനിത്തിങ് വിച്ച് ഈസ് കോമൺലി ആക്സെപ്റ്റഡ് ആസ് എ മീഡിയം, സാധാരണ അല്ലെങ്കിൽ കോമൺ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്ത ഒരു മീഡിയം. അതിന് യൂണിറ്റ് വാല്യൂ ഉണ്ടാവും, സ്റ്റോർ വാല്യൂ ഉണ്ടാവും, അതുപോലെ തന്നെ ഡെഫേർഡ് പേയ്മെൻറ്റിന് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഡെഫിനേഷനിൽ നിന്ന് മണിക്ക് അല്ലെങ്കിൽ പണത്തിനുള്ള ഫങ്ഷൻസ് നമുക്കിങ്ങനെ പറയാം. ആദ്യത്തത് എ യൂണിറ്റ് വാല്യൂ എന്നാണ്.
ഈ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് നിശ്ചയിക്കുവാൻ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റായിട്ട് മണിയെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇങ്ങനെ വില നിശ്ചയിക്കുവാൻ കഴിഞ്ഞാൽ കമ്മോഡിറ്റീസ് തമ്മിലുള്ള എക്സ്ചേഞ്ച് റേഷ്യോ വളരെ എളുപ്പത്തിൽ തന്നെ നിശ്ചയിക്കുവാൻ കഴിയും. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ, വാല്യൂ ആണ് നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ആ കമ്മോഡിറ്റിയിലേക്ക് എത്തിച്ചേരാനും അത് വിനിമയം നടത്താനും സാധിക്കും. ഉദാഹരണമായിട്ട് ഒരു പെൻസിലിൻ്റെ വില നിശ്ചയിച്ചാൽ ആ എത്ര പെൻസിൽ കൊടുത്താൽ ഒരു പേന വാങ്ങിക്കാം എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. രണ്ടാമത്തത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. മണി മീഡിയം ഓഫ് എക്സ്ചേഞ്ചായി ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഈ ബാർട്ടർ സംവിധാനത്തിൽ ഉണ്ടായിരുന്ന ഒരു ഡ്രോബാക്കായ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ് സോൾവ് ചെയ്യാൻ കഴിഞ്ഞു. ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, അതായത് എക്ക് ബി എന്ന് പറയുന്ന ആളിൻ്റെ പ്രോഡക്റ്റ് വിറ്റ് മണി വാങ്ങിച്ചിട്ട് എക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് സിയിൽ നിന്നോ ഡിയിൽ നിന്നോ ഇയിൽ നിന്നോ വാങ്ങാം. ഇതാണ് സോൾവ് ആയത്. അതായത് ഒരാളിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ആ ആളിനെ തന്നെ അന്വേഷിച്ച്, വിൽക്കാനായിട്ട് റെഡിയായിട്ടുള്ള ആളിനെ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാതെ ആവശ്യമുള്ള സാധനം പണം കൊടുത്ത് മേടിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് വന്നത് ഈ പറയുന്ന പേപ്പർ മണിയുടെ ആവിർഭാവത്തോടു കൂടിയാണ്. എ സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഡെഫേർഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ പേയ്മെൻ്റ് ആണ്. ആ ഫ്യൂച്ചർ പേയ്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പറഞ്ഞ പോലെ മണിയുടെ ആവിർഭാവം ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് നടത്താൻ ഉപയോഗപ്പെടുന്ന ലെവലിലേക്ക് എത്തി. അത് എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഇത് ഡ്യൂറബിളുമാണ്, ഹോമോജീനിയസും ആണെന്ന് തെളിയിക്കപ്പെട്ട് കഴിയും. ഇനി സ്റ്റോർ വാല്യൂ, നമ്മൾ ബാർട്ടർ എക്സ്ചേഞ്ചിൽ നമ്മൾ പറഞ്ഞതാണ്, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല കമ്മോഡിറ്റീസ്. ഡിറ്റീരിയേഷൻ സംഭവിക്കും. ഇവിടെ മണി എന്ന് പറയുന്ന പേപ്പർ മൂല്യത്തിന് ഇവിടെ ഡിറ്റീരിയേഷൻ ഒന്നും സംഭവിക്കില്ല. കാരണം പേപ്പറിലേക്ക് എത്തിക്കഴിഞ്ഞല്ലോ. ആളുകൾക്ക് മണിയുടെ മൂല്യത്തിൽ സേവിങ്സ് നടത്താൻ സാധിക്കും. അങ്ങനെ ഫ്യൂച്ചറിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു അസറ്റായി മണി മാറി. എ പേഴ്സൺ മേ ചൂസ് ടു സ്റ്റോർ വാല്യൂ ഇൻ എനി ഫോംസ് ഡിപ്പെൻഡിങ് ഓൺ ദ കൺസിഡറേഷൻ ഓഫ് ഇൻകം, സേഫ്റ്റി ആൻഡ് ലിക്വിഡിറ്റി. ഇൻകവും സേഫ്റ്റിയും ലിക്വിഡിറ്റിയും അനുസരിച്ച് ഒരാൾക്ക് ഏത് രീതിയിൽ സേവ് ചെയ്യണോ ആ രീതിയിലെല്ലാം സേവ് ചെയ്യാൻ മണി ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ സ്റ്റേജിൽ മണിയുടെ ബ്രോഡ് ഡെഫിനിഷൻ ഈ സ്റ്റേജിൽ പറയുകയാണെങ്കിൽ എം ഈസ് ഈക്വൽ ടു സി പ്ലസ് ഡി ഡി പ്ലസ് എസ് ഡി പ്ലസ് ടി ഡി എന്ന് പറയാം. എം മണി, സി കറൻസി, ഡി ഡി എന്ന് പറയുന്ന ഡിമാൻഡ് ഡെപ്പോസിറ്റ് പ്ലസ് സേവിങ്സ് ഡെപ്പോസിറ്റ്, അത് എസ് ഡി, ദെൻ ടൈം ഡെപ്പോസിറ്റ് ഓഫ് ബാങ്ക്സ് ആൻഡ് പോസ്റ്റ് ഓഫീസ്, അത് ടി ഡി. ഇവയുടെ എല്ലാം, അതായത് സി പ്ലസ് ഡി ഡി പ്ലസ് എസ് ഡി പ്ലസ് ടി ഡി ആണ് മണി. ഇവയുടെ എല്ലാം ആകെ തുകയെ മണി എന്ന് പറയാം നമുക്ക്. ബാങ്കിലുള്ളതോ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതോ പ്രോപ്പർട്ടി ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്നതോ കറൻസി ആയിട്ട് മാത്രം കയ്യിൽ വച്ചിരിക്കുന്നതോ എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടലിനെ നമുക്ക് മണി എന്ന് വിളിക്കാം. നമ്മുടെ രാജ്യത്ത് കറൻസി ഇഷ്യൂ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മിനിമം റിസർവ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കറൻസി ഇഷ്യൂ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ RBI ഹാസ് ടു മെയിൻറ്റെയിൻ എ മിനിമം റിസർവ് ഓഫ് 200 crores of rupees in the form of gold and foreign exchange, like foreign securities. 200 കോടി രൂപ റിസർവായിട്ട് കരുതിയാൽ മാത്രമേ RBIക്ക് നോട്ട് ഇഷ്യൂ ചെയ്യാൻ കഴിയുള്ളൂ. ഈ 200 കോടിയിൽ ഔട്ട് ഓഫ് ദ റിസർവ് വാല്യൂ ഓഫ് ഗോൾഡ് മസ്റ്റ് ബി 115 crore rupees. 115 crore rupeesൻ്റെ ഗോൾഡ് ആയിട്ട് തന്നെ റിസർവ് ചെയ്യുകയും വേണം RBIക്ക് നോട്ട് ഇഷ്യൂ ചെയ്യാൻ.
നമുക്കറിയാം ഓൾ നോട്ട്സ് എക്സെപ്റ്റ് 1 rupee നോട്ട്സ് ആൻഡ് ആർ കോയിൻസ് ആർ ഇഷ്യൂഡ് ബൈ RBI. 1 രൂപ നോട്ടും കോയിൻസും ഒഴിച്ച് ബാക്കി എല്ലാ മണിയും അല്ലെങ്കിൽ കറൻസിയും ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഈ 1 രൂപ നോട്ടും മറ്റുള്ള കോയിൻസും ഇഷ്യൂ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ കറൻസി നോട്ട്സിൻ്റെ സർക്കുലേഷനും അതുപോലെ തന്നെ അതിൻ്റെ സേഫ്റ്റിയും എല്ലാം ഈ പറഞ്ഞ പോലെ നോക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യേണ്ടത് RBIയുടെ ചുമതലയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള നമ്മളെപ്പോഴും പറയുന്ന നമ്മുടെ രാജ്യത്തെ മണിയായ അല്ലെങ്കിൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ചായ രൂപയെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ വഴി ഉദ്ദേശിച്ചത്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കുമുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.